ഓക്കെ. അപ്പം നമ്മൾ പറഞ്ഞതിന്റെ കണ്ടിന്യൂഷൻ ആണ്. മണി എനർജി വർക്കിന്റെ കണ്ടിന്യൂഷൻ ആണ്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് പേ യുവർ ബിൽസ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി നമ്മുടെ ബില്ലുകൾ പേ ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ബില്ലുകൾ എപ്പോഴും വാല്യൂ ആണ് അല്ലേ, വാല്യൂ എക്സ്ചേഞ്ച് ആണ് ബില്ലുകൾ. നമ്മൾ എപ്പോഴും ഒരു ബില്ല് പേ ചെയ്യുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, ആ അതിന് തുല്യമായൊരു സർവീസ് നമ്മൾ എൻജോയ് ചെയ്തതിനു ശേഷം മാത്രമാണ് നമ്മൾ ആ ബില്ലുകൾ പേ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ബില്ലുകൾ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് കൂടി പേ ചെയ്യുക. അത് അത് ഗ്രാറ്റിറ്റ്യൂഡ് വരുന്നില്ല എങ്കിൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ ആ പണം ഉപയോഗിച്ചത് അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് വന്നോളും. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ആ പണം ഉപയോഗിച്ച് നമ്മൾക്ക് ഇപ്പോൾ കിട്ടിയ സൗകര്യം, സഹായം ഒന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഗ്രാറ്റിറ്റ്യൂഡ് വന്നോളും. ഒരിക്കലും ഒരു ബില്ലിനെയും കേഴ്സ് ചെയ്യരുത്, ഒരിക്കലും ഒരു ബില്ലിനെയും ശപിച്ചുകൊണ്ട് ചെയ്യരുത്. കാരണം ബില്ല് ഈസ് ഓൾവേസ് മണി. ഒരു ബില്ല് ഇക്വാലൻ്റ് ആയിട്ട് നമുക്ക് അവിടെ ഒരു പണം കിട്ടിയിട്ടുണ്ടാവും, ഓഫ് കോഴ്സ്, അല്ലെങ്കിൽ ഒരു സർവീസ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ പോയിന്റ്സ് ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്, അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകണം കേട്ടോ. കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് പേ യുവർ ബിൽസ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. എപ്പോഴും ബ്ലെസ് ചെയ്തിട്ട്, ആ പൈസനെ ബ്ലെസ് ചെയ്തിട്ട് നിങ്ങൾ കൊടുക്കുക. പോയിട്ട് തിരിച്ചു പോവാ എന്നുള്ള രീതിയിൽ, 10 ഇരട്ടിയായിട്ട് തിരിച്ചു പോവാ എന്നുള്ള രീതിയിൽ ബ്ലെസ് ചെയ്തിട്ട് വേണം പൈസ കൊടുക്കാനായിട്ട്. ബിൽ ലവിങ് എക്സസൈസ് പറഞ്ഞിട്ട് എക്സസൈസ് തന്നെയുണ്ട് ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മുടെ 28 ഡേയ്സ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിൽ ഒരു ദിവസത്തെ എക്സസൈസ് അതാണ് ബിൽ ലവിങ് എക്സസൈസ്. നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ക്ഷമയുള്ളവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു പ്രോസസ്സ് കേട്ടോ. കൺസിസ്റ്റൻ്റ് ആയിട്ട് എഫേർട്ട് എടുക്കാൻ പറ്റുന്നവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സാണിത്. നമുക്ക് എത്ര വയസ്സുണ്ടോ അതുവരെ നമ്മൾ ഉണ്ടാക്കിയ ഒരു റിയാലിറ്റി ഉണ്ട്. നമുക്കൊരു 30 വയസ്സാണെങ്കിൽ 30 വയസ്സ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു റിയാലിറ്റി ഉണ്ട്. എക്സ്പീരിയൻസ് കൊണ്ടും കേൾവി കൊണ്ടും കാഴ്ച കൊണ്ടും നമ്മുടെ 5 സെൻസസ് കൊണ്ടും നമ്മളുടെ ഓരോ എക്സ്പീരിയൻസ് കൊണ്ടും നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു ബോധമുണ്ട്. ആ ബോധത്തിനെയാണ് നമ്മൾ ബ്രേക്ക് ചെയ്യണത്. അത് ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒന്നും പറ്റണം എന്നില്ല. ഇതൊരു ടു ബി ഫ്രാങ്ക് ഇറ്റ്സ് എ ഫാക്ട്. ഇത് ഫാക്റ്റാണ്. അത് ചിലപ്പോൾ നമ്മൾ എത്രത്തോളം നമ്മളിൽ വിശ്വസിക്കുന്നു അതനുസരിച്ച് അതിൻ്റെ സമയം മാറും. നമ്മളും നമ്മുടെ ദൈവത്തിലും ആ ഒരു പ്രൊഡക്റ്റിലൊക്കെ വിശ്വസിക്കുന്നു, അതനുസരിച്ച് സമയം മാറാം. വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിലല്ലേ പറഞ്ഞേക്കണേ. അപ്പോൾ വിശ്വാസം അത് ഒരു കംപ്ലീറ്റ് പ്രോസസ്സ് നമ്മളിൽ ഉണ്ടായിരിക്കണം. ആ വിശ്വാസം അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ആ എനർജി അലൈൻമെൻറ്റിലേക്ക് വരുമ്പോൾ, ഇല്ലാത്തപ്പോഴും ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡിൽ നിൽക്കാൻ പറ്റുമ്പോൾ മാത്രമാണ് ഇതിലേക്ക് റിസൾട്ട് വരിക. ഈ ഒരു രീതിയിൽ. അല്ലാതെ ഇതൊരു മാസം കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അത് ഞാൻ പറയാലോ, ഒരു കോഴ്സിന് ചേർന്നിട്ട് അയ്യോ ഒരു മാസം ഇരുന്നു ഇച്ചിരി ആൾ പഠിച്ചു ഇതിപ്പോൾ ഇതൊന്നും നടക്കണ കേസല്ല എന്ന് പറയുന്നവർക്ക് പറ്റിയൊരു പരിപാടിയല്ലേ ഇത്. ഞാൻ ആദ്യമേ പറയാം. കാരണം വെരി ഫ്രാങ്ക് ആയിട്ട് പറയുവാണ്, നമുക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ട്. ഇതൊക്കെ കേട്ടുമ്പോൾ ഒരു ഫാന്റസി വേൾഡ് ആണല്ലോ. അയ്യോ അഫർമേഷൻ അത് പറഞ്ഞു, വിഷ്വലൈസേഷൻ അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക, അങ്ങനെയാണല്ലോ നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻ. ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ മാറും എന്നാണ് പറഞ്ഞിട്ടാണ് നമുക്ക് ഇൻഫോർമേഷൻ കിട്ടണേ. അപ്പോൾ അത് വിചാരിച്ച് ചാടി കയറി നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പതുക്കെ 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 40 വർഷം കൊണ്ടോ 50 വർഷം കൊണ്ടൊക്കെ ഉണ്ടാക്കിയെടുത്ത മണി റിയാലിറ്റിയാണ് നമ്മൾ മാറ്റണമെന്നുള്ള നല്ല ബോധത്തിൽ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. അത് വേറൊന്നുമില്ല, ഇത് അൾട്ടിമേറ്റ് ആയിട്ട് ദൈവവിശ്വാസം തന്നെയാണ്, ദൈവത്തിലുള്ള വിശ്വാസം തന്നെയാണ്. നമ്മളെ പൈസ, പണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ എല്ലാ അനുഗ്രഹങ്ങളും നല്ലതെല്ലാം ആ ഒരു സോഴ്സിൽ നിന്ന് വരുന്നതാണെന്നുള്ള വിശ്വാസമുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു ബിലീഫ് അല്ലേ, നിങ്ങൾ നോക്കിക്കോളൂ, ഇന്റർവ്യൂസ് ഒക്കെ എടുത്തു നോക്കിക്കോളൂ, വലിയ വലിയ കളിക്കാരുടെയും ഫിലിം പ്രൊഡ്യൂസേഴ്സിൻ്റെയും മേക്കേഴ്സിൻ്റെയും ഡയറക്ടേഴ്സിൻ്റെ ഒക്കെ ഇന്റർവ്യൂസ് ഒക്കെ ഉണ്ട്. ഈവൻ ഷാറൂഖ് ഖാൻ്റെ തുടങ്ങിയിട്ട് അതിലൊക്കെ അവർ പറയുന്നതാണ് വിശ്വാസം. വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തും, സ്വയം വിശ്വസിക്കുന്നവർക്ക് എന്തും സാധ്യമാണെന്ന് പറയണം. അത് ചിലപ്പോൾ സമയമെടുക്കാം, ചിലർക്ക് പെട്ടെന്നാവാം. ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ പേഴ്സൺ ടു പേഴ്സൺ. ഇത് ഡിസ്ക്ലൈമർ ആണ് കേട്ടോ. എനിക്ക് ഇത് പറഞ്ഞിട്ട് പറയാനാണ് ഇഷ്ടം. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ്, ബി അപ്രീഷിയേറ്റീവ് ഓഫ് വാട്ട് യു ഓൾറെഡി ഹാവ്. നിങ്ങൾക്ക് ഉള്ളതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിക്കുക. അത് കുറച്ചേ ഉള്ളെങ്കിൽ അതിനെ വലിയ ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. ഗ്രാറ്റിറ്റ്യൂഡ് അത് ഫീൽ. ഇപ്പം നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മുടെ 7-7 ബാച്ചിൽ ഒരു ഇത് വെച്ചിട്ട് ആ കുട്ടി പറഞ്ഞു, ഞാൻ റെക്കോർഡൊന്നും ചെയ്തില്ല, മിക്ക ക്ലാസ്സിലും റെക്കോർഡ് ചെയ്യാൻ ഓർക്കാറില്ല. ഇപ്പോൾ എനിക്ക് റെക്കോർഡ് ചെയ്തില്ല ആ ക്ലാസ് എന്തായാലും. അപ്പോൾ ആ കുട്ടി പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്താ ആ കുട്ടി പറയുന്നുണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കുറേ, അത് ശ്രമിക്കാറുണ്ട്, പക്ഷെ ചില കാര്യങ്ങളിൽ എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യാൻ പറ്റാറില്ല. ചില കാര്യങ്ങൾ അത് എങ്ങനെയാണ്, അതിനെ എങ്ങനെയാണ് പരിഹരിക്കേണ്ടതെന്ന് ഞാൻ മനസ്സിലാക്കി എന്നാണ് അവർ പറഞ്ഞത്.
അത് വലിയൊരു അപ്രീസിയേഷൻ ആയിട്ട് എനിക്ക് തോന്നി. കാരണം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വലിയ ചില ഏരിയാസിൽ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യിക്കുന്ന സമയമാണെങ്കിൽ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ പറ്റൂല. അതൊരു ഫാക്റ്റാണ്. ഹെൽത്താണോ വെൽത്താണോ റിലേഷൻഷിപ്പാണോ എന്ത്. ഇപ്പോൾ വെൽത്തിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണ്, ഫിനാൻഷ്യലി ഭയങ്കര സ്ട്രഗിൾ ചെയ്ത് നിൽക്കുകയാണ്, അല്ലെങ്കിൽ കുറേ EMIയും കുറേ ലോണും ബില്ലൊക്കെ വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ പറഞ്ഞാൽ നമുക്ക് പറ്റണമെന്നില്ല. സാധാരണ ഒരാൾക്ക് അല്ലേ. അപ്പോൾ അതിന് നമ്മൾ ഓഫ് കോഴ്സ് ആ പെയിൻ എന്താണെന്ന് കണ്ടുപിടിച്ച് നമ്മളത് ഹീൽ ചെയ്തിട്ട് വേണം ഗ്രാറ്റിറ്റ്യൂഡ് പറയാനായിട്ട്. ഹീൽ ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് വന്നോളും. ഏഹ് അങ്ങനെ ഒരു പ്രോസസ് അല്ലാതെ നമുക്ക് ബലം പ്രയോഗിച്ച ഒരു ഫീലിംഗ് കൂടെ വരണ്ടേ. അപ്പോൾ അപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് തന്നെയാണ്. ഗ്രാറ്റിറ്റ്യൂഡിന് കുറച്ചുകൂടെ ഹയർ ഫോമാണ് അപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അതായത് ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ നമുക്ക് ചിലപ്പോഴെങ്കിലും ഒരു ലാക്ക് ഫീൽ ചെയ്യും. അത് ഇല്ലാത്ത ഒരു ചിലപ്പോഴെങ്കിലും ഒരു ലാക്ക് ഫീൽ ചെയ്യാം. അപ്രീസിയേഷൻ പറയുമ്പോൾ എന്ന് വെച്ചാൽ അതിനെ അഭിനന്ദിക്കുകയാണ്. ഇതിനെ അഭിനന്ദിക്കുന്നു, അതിനെ അഭിനന്ദിക്കുന്നു, ഓരോന്നിനെ അഭിനന്ദിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ജനറലി എല്ലാത്തിനും ഇങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ആ ഒരു എനർജി മാറും. അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ 10 ഗ്രാറ്റിറ്റ്യൂഡൊക്കെ എഴുതാൻ പറയുന്നത്. ഒരെണ്ണോ രണ്ടെണ്ണത്തിലൊന്നും നമുക്കത് ഫീൽ ചെയ്യണമെന്നില്ല. ഒരു 10 എണ്ണമൊക്കെ കൺസിസ്റ്റന്റ് ആയിട്ട് തുടർച്ചയായിട്ട് എഴുതി വരുമ്പോൾ 10ാമത്തേലൊക്കെ ആയിരിക്കും ചിലപ്പോൾ അത്രയൊക്കെ എത്തുമ്പോൾ ഓക്കെ അല്ലേ. അത്രയൊക്കെ എത്തുമ്പോഴേക്കും നമുക്ക് ആ ഒരു ഫീലിംഗ് വരണേ. അപ്പം എല്ലാത്തിനും അത് ഡെയിലി ഒരു പ്രോസസ്സാക്കി മാറ്റിക്കൊണ്ടിരിക്കുക. എല്ലാത്തിനും ഇങ്ങനെ അഭിനന്ദിച്ചുകൊണ്ടേയിരിക്കുക. അത് ഓർക്കുമ്പോൾ തന്നെ താങ്ക് യു നമ്മൾ ഒരു ക്ലാസ്സിൽ പറഞ്ഞു, താങ്ക് യു, ഐ ലവ് യു, താങ്ക് യു, ഐ ലവ് യു എന്നിങ്ങനെ പറഞ്ഞ് രണ്ട് ഗുണങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ കുറക്കാൻ പറ്റും. രണ്ടാമത്തത്, നമ്മൾ ഈ ഒരു ക്രിയേറ്റീവ് മോഡിലേക്ക് വരും. നമുക്ക് ഉള്ളതിൽ നന്മ കാണാനുള്ള ഒരു മോഡിലേക്ക് നമ്മൾ വരും. അപ്പോൾ അപ്രീസിയേഷൻ ചെയ്യുക എല്ലാത്തിനും. പിന്നെ അടുത്തത്, ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ് കേട്ടോ, അതൊന്നുകൂടെ ഞാൻ പറയുകയാണ്. ക്വിറ്റ് ഇറ്റ് ഈസ് നെവർ ഇനഫ് ആറ്റിറ്റ്യൂഡ്. ഫോക്കസ് ഓൺ ദ റിയാലിറ്റി യു വാണ്ട്. എന്ത് കാര്യത്തിലും എന്നെക്കൊണ്ട് അത് സാധിക്കില്ല, എനിക്കത് കിട്ടൂല, നമുക്കതൊന്നും വിധിച്ചിട്ടില്ല, നമുക്ക് പറ്റൂല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് എന്നും സംസാരം ഉണ്ടെങ്കിൽ, അത് പറഞ്ഞിട്ടാണ് നമ്മൾ ഓരോ സാധനങ്ങളും വാങ്ങിക്കുന്നതും ഒന്നും ചെയ്യുന്നതെങ്കിൽ അത് നമ്മൾ ഓഫ് കോഴ്സ് മാറ്റണം. അതായത് നമുക്ക് സാധ്യമല്ല എന്ന് സ്ഥിരമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സാധ്യമാവില്ല. എങ്ങനെ സാധ്യമാവും? അല്ലെങ്കിൽ ഒരു ദിവസം അത് എനിക്കുള്ളതാണ് എന്നുള്ള രീതിയിലായിരിക്കണം എല്ലാത്തിനെയും എടുക്കേണ്ടത്. ഒരു ദിവസം അത് എനിക്കുള്ളതാണ് എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുക തന്നെ വേണം. നമുക്ക് ഇടയ്ക്ക് വെച്ച് നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു ദിവസം അത് നമ്മുടെ ആയിട്ട് മാറും. നമ്മൾ പോലും അറിയാതെ ഒരു ദിവസം അത് നമ്മുടെ ആയിട്ട് മാറും നമുക്ക് കാണാൻ പറ്റും. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എനിക്കത് കിട്ടൂല, അല്ലെങ്കിൽ നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, നമ്മളെ കൊണ്ട് അതൊന്നും താങ്ങൂല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അത് മാറ്റാം കേട്ടോ. അത് മാറ്റാം. നെക്സ്റ്റ്, ഇതിൻ്റെ ഒപ്പം ഫോക്കസ് ഓൺ ദ റിയാലിറ്റി വേണം. എനിക്കത് പറ്റൂല, എനിക്കത് കിട്ടൂല എന്ന് പറഞ്ഞതിന് പകരം എന്താണ് എനിക്ക് വേണ്ടത്, എന്തുകൊണ്ടത് കിട്ടണം, അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഒരു റിയാലിറ്റിയിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക. ഇതൊക്കെ നിങ്ങൾ ഈ വെൽത്തിൻ്റെ ഏത് ക്ലാസ്സിൽ നോക്കിയാലും ഇങ്ങനെയുള്ള കുറേ ഇൻഫോർമേഷൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഇത് കേട്ടതുകൊണ്ട് കാര്യമില്ല, പ്രാക്ടീസ് ചെയ്യണം. നമ്മുടെ ലൈഫിലേക്ക് പ്രാക്ടീസ് ചെയ്താൽ ഓഫ് കോഴ്സ് അതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ഒരു അബണ്ടൻസ് കാണാൻ പറ്റും. നമുക്ക് വേണ്ട റിയാലിറ്റിയിൽ ഫോക്കസ് ചെയ്യാം. പിന്നെ പൈസ ബാങ്കിൽ നിന്ന് ക്യാഷ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ എടുക്കുമ്പോൾ എപ്പോഴും നമുക്ക് ഒരു ചെറുതായിട്ടെങ്കിലും ഒരു ഫീല് വരാത്ത ഒരു കുറവായിരിക്കും. അതായത് ഇതിങ്ങനെ ഇത് തീരുവാണല്ലോ, ഇത് എടുക്കുവാണല്ലോ. ഓക്കെ, ഒരു 10 ലക്ഷം രൂപ അക്കൗണ്ടിലുണ്ട് നോക്കാം, അതിൽ നിന്ന് 1 ലക്ഷം നിങ്ങൾ വലിക്കുമ്പോഴും 1 ലക്ഷം എടുക്കുമ്പോഴും ഒന്ന് കുറഞ്ഞു പോയോ, ഇനിയിപ്പോൾ 9 ആയല്ലോ എന്നുള്ളൊരു 9 അവിടെ ഉണ്ട്, എന്നാലും തോന്നണത് 9 ആയല്ലോ എന്നുള്ളൊരു തോന്നലാണ്. അത് എത്ര ഉള്ളവനും ഇല്ലാത്തവനൊക്കെ അത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ആ ഫീലിംഗ് മാറ്റിയിട്ട് അവിടെ ഉള്ളതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. അത് നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ ഒരുപാട് ഇരട്ടി പൈസ അക്കൗണ്ടിൽ ഉള്ളതായിട്ട് ഫീൽ ചെയ്തിട്ട് നമ്മൾ അത് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരു എനർജി മാറ്റാൻ പറ്റും. അതായത് ഒരു 10,000 രൂപ എടുക്കുമ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ട്, ചിലപ്പോൾ ഇല്ലെങ്കിലും അക്കൗണ്ട് എടുത്തിട്ട് അപ്പം തന്നെ ബാലൻസ് നോക്കരുത്. നമ്മൾ പൈസ എടുത്തിട്ട് അയച്ച് അങ്ങനെയൊക്കെ ചെയ്ത് അപ്പം തന്നെ ബാലൻസ് നോക്കരുത്. ബാലൻസ് നോക്കിയാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ പേടിയൊക്കെയാണ്. ഇത് പ്രാക്ടിക്കലായിട്ടുള്ള ഒരു എനർജറ്റിക് സൊല്യൂഷൻസ് ആണ് ഞാൻ പറയുന്നത്. എപ്പോഴും ഇങ്ങനെ തന്നെ ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ മോസ്റ്റ്ലി അങ്ങനെയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ കാർഡൊക്കെ ഇടുമ്പോൾ എനിക്ക് ഒരുപാട് കൂടുതൽ ഉണ്ടെന്നുള്ളൊരു ഫേക്ക് ബിലീഫ് ഉണ്ടാക്കിയിട്ട് വേണം നമ്മൾ കാർഡിട്ട് വലിച്ച് പൈസയൊക്കെ എടുത്ത് നമ്മൾ പെരുമാറുമ്പോഴും കൊടുക്കുമ്പോഴും എടുക്കുമ്പോഴും ഒക്കെ.
ഏഹ്, കൊടുക്കുമ്പോൾ പ്രത്യേകിച്ചും ഉണ്ടെന്നുള്ള കൊടുക്കുമ്പോൾ നമ്മൾ തന്നെ നമ്മളോട് ബ്രെയിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്കിതുണ്ട്, എനിക്ക് കൂടുതലുണ്ട്. നമ്മൾ ചാരിറ്റി വൈസ് നമ്മൾ കുറച്ച് കുറച്ച് കൺസേൺസ് നോക്കണം. എന്നിട്ട് അതിനൊരു മന്ത്ലി ബേസോ അല്ലെങ്കിൽ വീക്ക്ലി ബേസോ മന്ത്ലി ബേസോ ഒക്കെ നമ്മളൊരു ചാരിറ്റി ചെയ്യണം. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ ട്രസ്റ്റ് മീ ഓൺ ദിസ്, ഇത് നിങ്ങൾ ചെയ്തു തുടങ്ങിയാൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്ന പൈസയുടെ അത് മാറും. അത് വലുതായി തന്നെ വരും. അതായത് നമ്മൾ സ്ഥിരമായിട്ട് ഒരു കോഴ്സിന് വേണ്ടി നമ്മൾ പൈസ ചിലവാക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിന് നമ്മൾ കൊടുക്കുന്നത് നമുക്ക് എക്സസ് ഉണ്ട് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഇതാണ്, ഇൻഫർമേഷൻ ആണ് കൊടുക്കുന്നത്. അല്ല നമ്മൾ സാധാരണ EMI അടച്ച് അങ്ങനെയൊക്കെ അടക്കുമ്പോൾ നമ്മൾ അയ്യോ ഈ അടക്കണോ വേണ്ട എന്നുള്ളൊരു ഇതിലായിരിക്കുമല്ലോ അടക്കുക. അപ്പോൾ അതിന് പകരം നമ്മൾ ചാരിറ്റിക്ക് വേണ്ടിയിട്ട്, അതായത് എക്സസ് എൻ്റെ ഉണ്ട്, എൻ്റെ കൂടുതൽ ഉണ്ടെന്ന് നമ്മൾ ഈ യൂണിവേഴ്സിനോട് പറയുന്ന ഒരു പ്രോസസ്സാണ് ചാരിറ്റി. ചാരിറ്റിക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങൾ ചെറുതാണെങ്കിലും ചെറുതായിട്ട് തുടങ്ങുക. അത് നിങ്ങളുടെ അബൻഡൻസ് വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും, ഉറപ്പായിട്ട് വർദ്ധിപ്പിക്കും. അപ്പം ഞാൻ പിന്നെ പറയുന്നത്, നമ്മൾ ഒരു വർഷം നമ്മൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ മണി റിയാലിറ്റി വളരെയധികം നല്ല രീതിയിൽ മാറുന്നത് നമുക്ക് അറിയാൻ പറ്റും. കാരണം നിങ്ങളുടെ പഴയ കഥ മാറിയിട്ട് പുതിയ രീതിയിലൊരു മണി റിയാലിറ്റി ഉണ്ടാവുന്നത് നമുക്കറിയാൻ പറ്റും. പണ്ട് സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്ന എമൗണ്ട് എന്താണോ അതിൽ നിന്ന് വ്യത്യസ്തമായ എമൗണ്ട്, നിങ്ങളുടെ എനർജി മിനിമം ഒരു സംഭവം ഉണ്ട്. അതായത് എങ്ങനെ ചിലവാക്കിയാലും ഇത്ര എമൗണ്ട് ബാക്കി ഉണ്ടാവും എന്നുള്ളൊരു ഇതുണ്ടല്ലോ, അതിനെയാണ് എനർജി മിനിമം എന്ന് പറയുന്നത്. അതായത് ഞാൻ എങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്താലും എൻ്റെ കയ്യിൽ ഈ ഒരു എമൗണ്ട് ഉണ്ടാവും. ആ എനർജി മിനിമം മാറണം നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ ക്രിയേറ്റ് ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ജോയ് അറൗണ്ട് മണി. എപ്പോഴും നമുക്ക് പൈസയുടെ ചുറ്റും ഒരു ആറ്റിറ്റ്യൂഡ് ഓഫ് ജോയ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് അബൻഡൻസ് കാണുക. ഒരു നമുക്കിപ്പോൾ നമ്മളൊരു ഒരു പൈസ ചിലവാക്കുമ്പോൾ അതുകൊണ്ട് നമ്മളൊരു വാല്യൂ കിട്ടുന്നുണ്ടല്ലോ, ആ വാല്യൂ കൊണ്ടുള്ള സന്തോഷം നമ്മൾ കാണാം. ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും, ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് എന്തെങ്കിലും നമ്മൾ വാങ്ങിച്ചതായിരിക്കും. അതിലുള്ള ഒരു സന്തോഷം എപ്പോഴും ഫീൽ ചെയ്യുക. നമ്മളിപ്പോൾ ഒരു പുതിയ ഫർണിച്ചർ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫീലിങ്, അതിൻ്റെ ഒരു സന്തോഷം, അതിൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അല്ലേ, നമ്മളപ്പോൾ ആ എനർജിയോട് നമ്മൾ കൊടുക്കുന്ന ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. അങ്ങനെ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ഫീൽ ചെയ്ത് നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ, മുന്നോട്ട് പോകുമ്പോൾ പണത്തിന് തന്നെ ഇപ്പം നമ്മൾ ഒരാളെ കാണുമ്പോൾ, നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വന്നു കഴിയുമ്പോൾ നമ്മൾ വലിയ സന്തോഷത്തോടെ അയാളെ സ്വീകരിക്കുകയാണ്. അയാൾക്ക് നല്ല നല്ല റിസപ്ഷനൊക്കെ കൊടുക്കുന്നു, ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു, അയാളോട് സംസാരിക്കുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷമാണെങ്കിൽ അയാൾക്ക് പിന്നെയും പിന്നെയും നമ്മുടെ വീട്ടിലേക്ക് വരാൻ, എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ഓർക്കാനൊക്കെ അവർക്ക് ഇഷ്ടാവില്ലേ. അത് സെയിം തന്നെയാണ്. എല്ലാം എനർജി ആണെങ്കിലും പണവും എനർജി ആണല്ലോ. അപ്പോൾ പക്ഷെ ഒരാൾ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ അയാളോട് നമ്മൾ വലിയ മൈൻഡ് ചെയ്യണില്ല, അയാളോട് വലിയ സംസാരിക്കാനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കണില്ല എങ്കിൽ എന്താണ് സംഭവിക്കുക? നമുക്ക് അയാൾക്ക് പിന്നെ തിരിച്ചു വരാനായിട്ട് ഒരു ഇഷ്ടക്കുറവായിരിക്കും. അത് തന്നെയാണ് നമ്മളൊരു പണത്തെ ഒരു പേഴ്സണായിട്ട് കാണുക, ഒരു വ്യക്തിയായിട്ട് കാണാം. ഒരു വ്യക്തിയായിട്ട് കണ്ടാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പണത്തെ നമ്മൾ ആ കറൻസി നോട്ടായിട്ട് കണ്ടാൽ ചിലപ്പോൾ ഇതൊന്നും മനസ്സിലാവണമെന്നില്ല. പക്ഷെ ഒരു വ്യക്തിയായിട്ട് നമ്മൾ കണ്ടാൽ അത് മനസ്സിലാവും. അപ്പോൾ ആ ഒരു വ്യക്തിയെ നിങ്ങൾ എങ്ങനെയാണോ റെസ്പെക്റ്റോടെ സ്നേഹത്തോടെ ട്രീറ്റ് ചെയ്യണത്, അതേപോലെ തന്നെ പണത്തെയും ട്രീറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ ഡൗട്ടൊന്നുമില്ല. 5 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഫസ്റ്റ്, പേ യുവർ ബിൽസ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി നമ്മുടെ ബില്ലുകൾ പേ ചെയ്യുക. നെക്സ്റ്റ്, ബി അപ്രീഷിയേറ്റ് ഓഫ് വാട്ട് യു ഓൾറെഡി ഹാവ്. നിങ്ങൾക്ക് ഓൾറെഡി ഉള്ളത് എന്താണോ അതിനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് പ്രാക്ടിക്കൽ സെൻസിൽ കൊണ്ടുവന്നാൽ മാത്രമേ ഇതിന് കാര്യമുള്ളൂ കേട്ടോ. നെക്സ്റ്റ്, ക്വിറ്റ് ഇറ്റ് ഇസ് നെവർ ഇനഫ് ആറ്റിറ്റ്യൂഡ്. എനിക്ക് പോരാ, ഇതില്ല ഇല്ലല്ല പറയുന്ന ശീലം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. ഇത് പോരാ, എന്തിൻ്റെയും വില നോക്കിയിട്ട് അതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതും അതിനെ താരതമ്യം ചെയ്യുന്നതും, പൈസ കാര്യത്തിന് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും പൈസ പോയല്ലോ, അതിൻ്റെ ആവശ്യമുണ്ടോ. ചില ആളുകൾ വീട്ടിലൊക്കെ ബഹളമൊക്കെ ഉണ്ടാക്കില്ല, സാധനം വാങ്ങിച്ചാൽ നമുക്ക് എന്ത് സാധനം വാങ്ങിച്ചാലും, ഇതിപ്പോൾ ഞാൻ ഇന്നൊരു ട്രൈപോഡ് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ആ ട്രൈപോഡ് കാണുമ്പോൾ എനിക്ക് അതുകൊണ്ട് കിട്ടാൻ പോകുന്ന ഉപകാരങ്ങളാണ് ഞാൻ നോക്കണേ. അപ്പോൾ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ കൊണ്ടുവന്ന് അത് വലുതായി വരുമ്പോൾ നമ്മുടെ ലൈഫിൽ അബൻഡൻസ് നിറഞ്ഞുകൊണ്ടേയിരിക്കും. നെക്സ്റ്റ്, എപ്പോഴും നമ്മൾ മണി ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ എൻ്റെ കയ്യിൽ മോർ ദാൻ ഇനഫ് മണി ഉണ്ട് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലായിരിക്കണം നമ്മൾ മണി സ്പെൻഡ് ചെയ്യേണ്ടത്. ആ ഒരു ഫീലിങ്ങിലായിരിക്കണം സ്പെൻഡ് ചെയ്യേണ്ടത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ റോണ്ട ബയറിൻ്റെ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. അവർ പൈസയുടെ കാര്യത്തിൽ ഭയങ്കര ഫിനാൻഷ്യൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സമയത്താണ് അവർ ഈ ബുക്ക്, മറ്റേ സീക്രട്ട് എന്നുള്ള ബുക്ക് എഴുതിയത്. അവർ പറയുന്നുണ്ട്, ഈ ബുക്ക് എഴുതുന്നതിന് മുൻപ് ചെയ്തൊരു കാര്യം വെച്ചാൽ അവർ ATM പോയിട്ട് അവരുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് കുറേ പൈസ പിന്നെ വിഡ്രോ ചെയ്തു എന്നാണ് പറയണേ. ആ വിഡ്രോ ചെയ്തിട്ട് ഇവരെന്താ ചെയ്തെന്ന് വെച്ചാൽ, ഇത് പോണ വഴിക്ക് കണ്ട ആളുകൾക്കൊക്കെ ഇതിങ്ങനെ കൊടുത്തോണ്ട്, അവർക്ക് ഒരു പരിചയമില്ലാത്ത ആളുകൾക്കൊക്കെ പൈസ ഇങ്ങനെ കൊടുത്തോണ്ടേയിരുന്നു എന്നാണ് പറയണേ.
അപ്പോൾ കൊടുത്തപ്പോൾ ആ ഒരു അവരിൽ നിന്ന് കിട്ടിയ ആ ഒരു ഒരു സർപ്രൈസ് ഉണ്ടല്ലോ, ആ സർപ്രൈസും ആ ഗ്രാറ്റിറ്റ്യൂഡും അൺഎക്സ്പെക്റ്റഡ് മണിയുടെ ഒരു ജോയും ഒക്കെ അവരുടെ ലൈഫിലേക്ക് എനർജി ആയിട്ട് വന്നു. അതിന് ശേഷമാണ് അവർ സീക്രട്ട് എഴുതി പബ്ലിഷ് ചെയ്തത്. സീക്രട്ട് എഴുതി പബ്ലിഷ് ചെയ്തിട്ടുള്ളത് നമുക്കറിയാലോ, നമ്മൾ അത് വായിക്കാത്തവരാരും തന്നെ ഉണ്ടാവില്ല. ഈ ഒരു ഫീൽഡിൽ ഈ ഒരു നോളജ് അറിയുന്നവരെല്ലാവരും തന്നെ സീക്രട്ട് വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ പൈസ സ്പെൻഡ് ചെയ്യുമ്പോൾ കാർഡിന് ഉപയോഗിക്കുമ്പോൾ ഇല്ല എന്നുള്ളൊരു ഇത് മാറിയിട്ട് മോർ ദാൻ ഇനഫ് ഉണ്ട് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് നമ്മൾ യൂണിവേഴ്സിലേക്ക് എപ്പോഴും സ്പെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. പിന്നെ പൈസയുടെ ചുറ്റും ഒരു ജോയ് അറൗണ്ട് മണി. പണം എപ്പോഴും ഹാപ്പിനെസ് ആണ്, വളരെ ഹൈ വൈബ്രേഷൻ ഉള്ള ഒരു എനർജിയാണ് പണം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ജോയ്, ആ ഒരു സന്തോഷം പണത്തിന് നമ്മൾ ചുറ്റും നമ്മൾ എപ്പോഴും ആക്കിക്കൊണ്ടേയിരിക്കണം. പിന്നെ വലിയ എമൗണ്ട് ചെറിയ എമൗണ്ട് എന്നുള്ളതില്ല. 1 രൂപയും 1 കോടി രൂപയോ ഒരു സ്ഥലത്ത് നിന്നാണ് വരുന്നത് എപ്പോഴും ഞാൻ പറയാറുണ്ടല്ലോ. അതായത് നമ്മളൊരു 10 രൂപേനെ 10 രൂപ ചെറുതാവണോ വലുതാവണോ തന്നെ കമ്പയർ ചെയ്യുമ്പോഴാണ്. 10 രൂപ എന്ന് പറയുന്നത് ഒരു അമ്മയ്ക്ക് മക്കളെല്ലാവരും ഒരേപോലെയാണല്ലോ, എല്ലാവരും ഒരു മക്കൾ അത്രയേ ഉള്ളൂ. അതേപോലെ പണം എന്ന് പറയുന്നത് എല്ലാം ഒരേ എനർജിയാണ്. ഈ 10 രൂപേനെ നമ്മൾ 100 രൂപ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് ചെറുതാവും, 1 രൂപ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് വലുതാവും. 10 രൂപ അപ്പോൾ അതേപോലെ തന്നെയാണ് 1000 രൂപേനെ 50 രൂപ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് വലുതാവും, 50,000 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് ചെറുതാവും. അപ്പോൾ നമ്മുടെ കമ്പാരിസനാണ് ഇതൊക്കെ, സെയിം ആണ്, എനർജിയാണ്. പണം എന്നത് എനർജിയാണെന്ന് മനസ്സിലാക്കി പെരുമാറി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട്, വലിയ പരിക്കുകളൊന്നും ഇല്ലാതെ നമുക്ക് കിട്ടുന്ന പൈസയ്ക്ക് സന്തോഷം സമാധാനവും ഉണ്ട്. നമ്മൾ കേട്ടിട്ടുള്ള കിട്ടുന്നതിൽ തൃപ്തിയാണ്, കിട്ടുന്നതിൽ തൃപ്തിയാണെന്ന്. അത് പക്ഷെ നമ്മൾ നെഗറ്റീവ് സെൻസിൽ എടുക്കുക, അതായത് നമ്മൾ കിട്ടിയതിൽ ഒതുങ്ങി ജീവിക്കാൻ പഠിച്ചു. അങ്ങനെയല്ല, നമ്മൾ കിട്ടണയിൽ തൃപ്തിപ്പെടണം എന്ന് വെച്ചാൽ കിട്ടണയിൽ സന്തോഷം കണ്ടെത്തിയിട്ട് നമ്മൾ ഒരു ഹയർ വൈബ്രേഷന് വേണ്ടി, നമ്മൾ ഹയറിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. അല്ലാതെ കിട്ടിയത് പോരാ പോരാ എന്ന് പറഞ്ഞിട്ട്, അതാണ് പ്രത്യേകിച്ചും ഈ പ്രവാസികൾക്കൊക്കെ പറ്റുന്ന ഒരു പ്രശ്നം. അതാണ് എനിക്ക് ഇപ്പോൾ അവിടെ നിന്നിരുന്ന ഒരു എക്സ്പീരിയൻസിനെ കൂടെ ബേസിൽ പറയാൻ പറ്റും. നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന പൈസ നമ്മൾ ശരിക്കും സ്പെൻഡ് ചെയ്ത് അവിടെ കൊടുത്ത് ഇവിടെ കൊടുത്ത് വാടക കൊടുത്ത് അങ്ങനെ അങ്ങനെ ചെയ്ത് വൈഫൈ കൊടുത്ത് അങ്ങനെ കൊടുത്ത് എല്ലാം കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല സത്യത്തിൽ. അപ്പം നമുക്കൊരു കിട്ടിയതിനേക്കാളും പരിതാപകരമായ അവസ്ഥയിലേക്ക് നമ്മൾ പോകും. അതുകൊണ്ടാണ് പല പ്രവാസികൾക്കും അങ്ങനെ ഒരു എന്താ ഒരു ലാക്ക് ഫീലിംഗ് വരണതെന്നാണ് പറയണത്. അവരെത്രയോ കഷ്ടപ്പെട്ടാലും, പ്രവാസികൾ തന്നെയല്ല എല്ലാവരും ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ എല്ലാവർക്കും, ഗവൺമെൻറ് എംപ്ലോയീസിനൊക്കെ അല്ലെങ്കിൽ ജോലി സ്ഥിരം മാസ ശമ്പളം കിട്ടുന്നവർക്ക് എല്ലാവർക്കും ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ബിസിനസ്സുകാരായാലും എല്ലാം ഏത് ഫീൽഡിലുള്ളവർക്കും ഉണ്ടാവും. കാരണം അവർക്ക് ആ സമയം എത്തുമ്പോൾ അവർക്ക് സാലറി കൊടുക്കണം, അവരുടെ ബില്ലുകൾ പേ ചെയ്യണം, അവരുടെ എക്സ്പെൻസസ് മീറ്റ് ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ കിട്ടണത് ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ടിട്ട് നമുക്കൊന്നുമില്ല എന്നുള്ളൊരു ഫീലിംഗ് ആണ് വരുന്നത്. അപ്പോൾ പണത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കിടന്ന് കഷ്ടപ്പെടുക എന്നുള്ളതല്ല, നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി ഇഷ്ടപ്പെട്ട രീതിയിൽ ആളുകൾക്ക് ഉപകാരപ്രദമായിട്ട് രീതിയിൽ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു റിട്ടേൺ ആണ് പണം എന്ന് പറയുന്നത്. അതിൽ ആ പ്രോസസ്സിൽ എൻജോയ് ചെയ്ത് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, അതായത് ഇതിപ്പോൾ നമ്മുടെ സമയം ട്രേഡ് ചെയ്തിട്ട് പണം കിട്ടുമ്പോൾ ഒരിക്കലും നമുക്ക് തികയില്ല. കാരണം നമുക്ക് 24 മണിക്കൂറല്ലേ ഉള്ളൂ. എങ്ങനെ എങ്ങനെ ചെയ്യാന്ന് ചോദിച്ചാൽ 24 മണിക്കൂറിൻ്റെ പണിയെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടാവും. അപ്പോൾ നമ്മൾ നമ്മുടെ എക്സ്പെർട്ടൈസ് ആയിരിക്കണം പണമാക്കി മാറ്റേണ്ടത്. എത്ര സമയം കൂടുതൽ നമുക്ക് വേണ്ടിയിട്ട് ചിലവാക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ മറ്റുള്ളവരുടെയും കൂടെ സ്കില്ലുകൾ നമ്മൾ എടുത്ത് അങ്ങനെയൊക്കെയാണല്ലോ ബിസിനസ്സൊക്കെ പോകുന്നത്. അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ പണം ഉണ്ടാക്കണമെങ്കിൽ ഒന്നില്ലെങ്കിൽ പണം നമുക്ക് വേണ്ടി വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ആളുകൾ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യണം. ഈ മേഖലയിൽ രണ്ട് മേഖലയും മനസ്സിലാക്കിയവർക്ക് മാത്രമാണ് ഒരു എക്സ്പോണൻഷ്യൽ ഗ്രോത്ത്, പൈസ ഉണ്ടാവില്ല എന്നല്ല പറയണത്, ഒരു എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കിട്ടുന്നത് ഈ രണ്ട് രീതിയിൽ പണം കൈകാര്യം ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ ആളുകൾ വർക്ക് ചെയ്യുന്നു, ഒരു വലിയ സ്ഥാപനം, ഒരുപാട് ഔട്ട്ലെറ്റുകൾ, ഒരുപാട് എംപ്ലോയീസ് വരുമ്പോൾ അവരുടെയൊക്കെ വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക്, അവരുടെയൊക്കെ വർക്കിംഗ് ടൈം എനർജി നമുക്ക് കിട്ടും. അവരെല്ലാവരും 8 മണിക്കൂർ വെച്ച് വർക്ക് ചെയ്യുമ്പോൾ അത്രയും സമയം നമുക്ക് കിട്ടും. അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ നമ്മൾ ലാൻഡ് പ്രോപ്പർട്ടീസും കുറേ ഷോപ്പും ഫർണിച്ചർ റെൻറ്റഡ് ഹോംസും ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ കിട്ടും. അതായത് ഒരിക്കൽ നമ്മൾ ചെയ്ത ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് റിട്ടേൺ കിട്ടും. ഈ രണ്ട് രീതിയിലാണ് നമുക്ക് ഇപ്പോഴത്തെ ക്രിപ്റ്റോ കറൻസി ആയാലും എല്ലാത്തിലും അങ്ങനെയാണ്. ഒരിക്കൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു 10 കൊല്ലം മുമ്പ് ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് ഇന്ന് കോടികളാണല്ലേ. അപ്പോൾ ഈ രണ്ട് രീതിയിൽ എപ്പോഴും നോക്കണം. നമുക്ക് നമ്മുടെ സ്കില്ല് എത്രത്തോളം വർദ്ധിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കണം. പിന്നെ മണി ഓൾവേസ് കം ത്രൂ പീപ്പിൾ. പണം എപ്പോഴും ആളുകളിലൂടെയാണ് വരുന്നത്. പണം ആളുകളിലൂടെയാണ്, ഡയറക്റ്റ് മുകളിൽ നിന്ന് ഇങ്ങനെ വരില്ലല്ലോ. ആളുകളിലൂടെ, ബന്ധങ്ങളിലൂടെ പറഞ്ഞാൽ എപ്പോഴും നമുക്ക് പണം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ബന്ധങ്ങൾ നന്നാക്കിക്കൊണ്ടേയിരിക്കണം.
അതിന് നമ്മളൊരു നെറ്റ്വർക്കും കാര്യങ്ങളും ഒരു കമ്മ്യൂണിറ്റിയും അങ്ങനെയൊക്കെ ബിൽഡപ്പ് ചെയ്യാതെ സ്ട്രാറ്റജിക്കൽ ആയിട്ടുള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വശം എന്ന് വെച്ചാൽ നമ്മൾ ഹീൽ ചെയ്യണം. നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ വേദനകളും ഒക്കെ നമ്മൾ ഹീൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം. കാരണം വെച്ചാൽ നമ്മൾ ഒരുപാട് ഉള്ളിൽ കിടന്ന് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന, ഒരുപാട് പെയിനിലൂടെ പോകുന്ന നമ്മളാണെങ്കിൽ നമ്മൾ നമ്മുടെ ബന്ധങ്ങളിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ കുടുംബ ബന്ധങ്ങളിലേക്ക്, ചിലപ്പോൾ പുറത്തുള്ളവരോട് നമ്മളത് കാണിക്കണ്ടാവില്ല, നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ വന്നാൽ തന്നെ സ്വസ്ഥത പോയി. കുടുംബത്തിൽ സമാധാനമില്ലെങ്കിൽ പിന്നെ എല്ലാം പോയില്ലേ. അപ്പോൾ നമ്മൾ ആളുകളോട് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ക്രാപ്പ്, അവരെ എനർജി, നെഗറ്റീവ് എനർജി നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ചെളിയെടുത്ത് അവരെറിയുമെന്ന് പറഞ്ഞ പോലെ നമ്മളതിങ്ങനെ റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മുടെ എനർജി ഹീൽ ചെയ്ത് നിർത്തിയാൽ മാത്രമേ നമുക്ക് ബന്ധങ്ങൾ കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും രീതിയിൽ റിയാക്ട് ചെയ്യും. എപ്പോഴും ഞാൻ ഇപ്പോൾ 2 ദിവസമായിട്ട് ക്ലാസ്സിൽ പറയുന്ന ഒരു വിഷയമാണ്, നമ്മൾ ഒരാളൊരു കാര്യം പറയും. ഇപ്പം ഞാൻ ഈ പറയുന്നത് എൻ്റെ അറിവിൻ്റെ മാക്സിമം ആണ്. ഞാൻ അറിഞ്ഞ കാര്യങ്ങളും പഠിച്ച കാര്യങ്ങളും പ്രയോഗിച്ച കാര്യങ്ങളാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ ഇതിനേക്കാൾ കൂടുതൽ അറിയുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ഇത് കേൾക്കുന്നവരിൽ എന്നേക്കാൾ കൂടുതൽ അറിയുന്നവരുണ്ടാവും. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, ഒരാൾ എപ്പോഴും നമ്മളോട് പറയുന്നത്, നമ്മളോട് സംസാരിക്കുന്നത് അവരുടെ അറിവിൻ്റെ മാക്സിമത്തിലാണ്. അവർക്ക് അവർക്ക് അറിയാത്തൊരു കാര്യത്തിൽ നമ്മൾ ആർഗ്യുമെന്റിന് പോയിട്ട് കാര്യമില്ല. അവർക്ക് തിരിച്ചറിവില്ലാത്തൊരു കാര്യത്തിൽ നമ്മൾ അവരോട് തർക്കിച്ചിട്ട് കാര്യമില്ല. ഒരാൾ അവരുടെ പ്രിൻസിപ്പിൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ അവരുടെ അറിവിനെ റെസ്പെക്ട് ചെയ്ത് നമുക്ക് വേണ്ട എന്താണെന്ന് നമുക്കറിയാലോ, അതിൽ ഫോക്കസ് ചെയ്യുക. അല്ലാതെ അവരെ തിരുത്തി അവരെ നന്നാക്കിയിട്ട് നമ്മുടെ വഴിക്ക് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഗോൾ നേടാന്നുള്ളതൊന്നും നടക്കണ കേസല്ല. അവരവരുടെ വഴിക്ക് വിടുക, അവരെ റെസ്പെക്ട് ചെയ്യുക, അവരോട് ആർഗ്യുമെന്റ്സിന് നിൽക്കാതിരിക്കുക. ആർഗ്യുമെന്റ്സിന് നിൽക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളുടെ പ്രശ്നങ്ങളും നമ്മുടെ വേദനകളൊക്കെ നമ്മൾ ഹീൽ ആയിരിക്കണം. ഇപ്പം ചുരുക്കി ഇങ്ങനെ ആലോചിച്ചാൽ മതി. നമുക്ക് നന്നായിട്ടൊരു അറിയുന്ന ഒരു കാര്യം വീട്ടിലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ, ഒരാൾ വന്നിട്ട് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കുമോ? സാധാരണ ഒരാൾ സമ്മതിക്കാറില്ല, അവർ തർക്കിക്കൂലേ? അത് തന്നെയുള്ളൂ. അപ്പം വേറൊരാൾ പറയണത് അവരുടെ മാക്സിമം ആണ്. അവർ ചിലപ്പോൾ നമ്മുടെ ബന്ധുക്കളൊക്കെ ആയിരിക്കാം. അപ്പോൾ അവരോട് തർക്കിച്ചിട്ട് കാര്യമില്ല. നമുക്ക് എന്താണ് വേണ്ടതെന്ന് നമ്മൾ വ്യക്തമായിട്ട് തീരുമാനിക്കുക, അതിലേക്ക് മുന്നോട്ട് പോകുക. അതിന് ദൈവത്തിൻ്റെ മാത്രം സപ്പോർട്ട് മതി നമുക്ക്. വേറൊരാളുടെ സപ്പോർട്ട് തുടക്കത്തിൽ വേണമെന്നില്ല. ഈ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ബാക്കി എല്ലാ സപ്പോർട്ടും നമുക്ക് വന്നോളും. അപ്പോൾ പണിയെടുക്കാൻ തയ്യാറാർക്ക് മാത്രമാണ്. അല്ലാതെ ഇങ്ങനെ പരാതി പറഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് അവർ ഇല്ല, അവർ സമ്മതിക്കണില്ല, അതില്ല ഇതില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അതങ്ങനെ തന്നെ പറയാനേ പറ്റത്തുള്ളൂ. ടു ബി ഫ്രാങ്ക്, ഇറ്റ് ഈസ് എ ട്രൂത്ത്. എന്ത് കാര്യം ആരും എല്ലാവരും ഒന്നും സമ്മതിച്ച് കെട്ടിപ്പിടിച്ച് യാത്രയാക്കിയൊന്നും ഇല്ല. പലരും പലതും അവിടെ നിന്ന് ഒളിഞ്ഞു തെളിഞ്ഞൊക്കെ പറയും. ഇതൊക്കെ കണ്ടില്ല കേട്ടില്ല. ഒരിക്കൽ ഞാൻ ഇവരിലേക്കൊക്കെ തിരിച്ചു വരും. ആരോടും നമുക്ക് ദേഷ്യമില്ല, ആരോടും നമുക്ക് പരാതിയില്ല, ആരോടും നമുക്ക് വിരോധമില്ല, ഒന്നുമില്ല. പക്ഷെ എനിക്ക് എൻ്റെ ലക്ഷ്യങ്ങൾ വലുതാണ്. അതിന് ഇപ്പോൾ എല്ലാവരും പറയണ പോലെ അതിന് നിങ്ങളുടെ നാട് വിടണമെങ്കിൽ നാട് വിടണമെന്നാണ് പറയണത്. വീട് അതൊന്നും നമുക്ക് ചിലപ്പോൾ പെട്ടെന്നൊന്നും നടക്കണ കേസൊന്നും ആയിരിക്കില്ല. പക്ഷെ ഒരു വലിയൊരു ഗ്രോത്ത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു മലപ്പുറത്ത് ഒരു പെങ്കൊച്ചിന്റെ കഥ ഞാൻ വായിച്ചു. ആ കൊച്ചിന് നാട് കാണണം എന്നാണ്, എല്ലാ നാടുകളും കാണണം എന്നാണ് ആഗ്രഹം. അപ്പോൾ അതെന്താ വെച്ചാൽ ഒരു മുസ്ലിം പെൺകുട്ടി, അതിനെ സമ്മതിച്ചിട്ടില്ലല്ലോ, വീട്ടിൽ നിന്ന് വിടില്ലല്ലോ ഒറ്റയ്ക്ക് പോകാനായിട്ട്. ഒറ്റയ്ക്ക് ഒരു യാത്ര ഭയങ്കര സുഖമെന്ന് കേട്ടിട്ടുണ്ട് നമ്മൾ. അത് എൻജോയ് ചെയ്യണം. ഞാൻ ഒറ്റയ്ക്ക് കുറേ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. ഒറ്റയ്ക്ക് ലൈഫ് ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിലും നമ്മൾ അതിൽ നിന്ന് കുറേ ഗ്രോത്ത് വരും, നമുക്ക് കുറേ ബോധം വെക്കും, നമ്മൾ വളരും. ഒറ്റയ്ക്കുള്ളൊരു യാത്രയിൽ നമ്മൾ ഒരുപാട് വളരും, നമ്മൾ കുറേ പക്വത വരും, കുറേ കാര്യങ്ങൾ നേരിടാൻ വരും. അപ്പോൾ ഈ മലപ്പുറത്തുള്ള കൊച്ചെന്താ വെച്ചാൽ അവർ എഴുതി വെച്ചു എന്ന്, ഞാൻ ഡൽഹിയിൽ ഉണ്ടാവും എന്ന് എഴുതി വെച്ചു. അങ്ങനെ ഡൽഹിയിൽ ഉണ്ടാവുന്ന എഴുതി വെച്ചിട്ട് ആ കൊച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. 4 മാസം അവർ കറങ്ങിയെന്ന് വെച്ചാൽ അതിൻ്റെ കോൺഫിഡൻസ്. നമ്മൾ ഇത് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും പോവാം, എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് മാറി കഴിയുമ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും പോവാം. അത് എൻ്റെ ജീവിതമാണ്, എൻ്റെ ലക്ഷ്യമാണെന്ന് മനസ്സിൽ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു വഴിയിലേക്ക് നമ്മൾ തിരിയില്ല. അപ്പോൾ അത് പോയിട്ട് 4 മാസം കഴിഞ്ഞ് ഡൽഹിയൊക്കെ കറങ്ങി, അതിന് പോകേണ്ടിടത്തൊക്കെ പോയി കറങ്ങി തിരിഞ്ഞു വന്നെന്ന് പറഞ്ഞിട്ട്, തിരിച്ച് വീട്ടിൽ വന്നെന്ന് പറഞ്ഞിട്ട് ഒരു ഇത് വീഡിയോ ഞാൻ കണ്ടു. അപ്പോൾ നമ്മുടെ ലക്ഷ്യത്തിൽ ആരുടെയും സപ്പോർട്ടും ആരും കുറി തൊട്ടൊന്നും ഇറക്കി വിടണമെന്നൊന്നും ഇല്ല. എല്ലാവരും ഒരാളും ചിലപ്പോൾ ഉണ്ടാവില്ല വീട്ടിൽ. അതൊന്നും കാര്യമില്ല. അവരോടൊന്നും തർക്കിക്കാനും നിൽക്കണ്ട, അവരോടൊന്നും വാദിക്കാനും നിൽക്കണ്ട. കാരണം അവർക്ക് അറിഞ്ഞൂടാത്തൊരു കാര്യം അവർ നമുക്ക് ചെയ്തു തരൂല. അത് ആദ്യം മനസ്സിലാക്കാം. നമുക്ക് അറിഞ്ഞൂടാത്തൊരു നമ്മുടെ മക്കൾ ഇത് നോക്കിയാൽ മതി. നമ്മുടെ മക്കൾ ന്യൂ ജനറേഷൻ ആണല്ലോ, അവർക്ക് ഒരുപാട് കാര്യങ്ങളിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നോളജ് ഉണ്ടാവും. നമ്മൾ അംഗീകരിച്ചില്ലെങ്കിലും അവർക്ക് നമ്മളെക്കാൾ എല്ലാ കാര്യത്തിലും അഡ്വാൻസ്ഡ് ആയിട്ട് നോളജ് ഉണ്ടാവും, ഉറപ്പുള്ള കാര്യമാണ്. അവർ പറഞ്ഞില്ലെങ്കിലും ഇല്ലെങ്കിലും. അപ്പോൾ അവർ പറയുന്നൊരു കാര്യം പല മാതാപിതാക്കളും സമ്മതിക്കില്ല. അത് വേണ്ട, ഇത് വേണ്ട, അങ്ങനെ വേണ്ട, ഇങ്ങനെ വേണ്ട. കാരണം എന്താണ്? ഇവർക്ക് ഇവരുടേതായ നോളജാണ്. ഇവർക്ക് അവിടെ അതോറിറ്റി ഉള്ളതുകൊണ്ട് അവർക്ക് ജയിക്കാൻ പറ്റുള്ളൂ. അതോറിറ്റി ഇല്ലെങ്കിൽ അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, നമ്മൾ ആളുകളൊക്കെ മാറ്റിയിട്ട് നമുക്കൊരു കാര്യത്തിൽ വിജയിക്കുക എന്നുള്ളത് നടക്കണ കേസല്ല. പക്ഷെ ഈ ആളുകൾ നമ്മുടെ വഴിക്ക് വരും.
അതിനൊരു സമാധാനവും ക്ഷമയും നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. അപ്പം നിങ്ങളുടെ പ്ലാനുകളുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. അതിന് നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവം ഉണ്ടാകും. കാരണം നിങ്ങളുടെ ആരാണോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്ലാൻ നിങ്ങളുടെ മനസ്സിൽ തന്നത്, നമ്മുടെ ഗോളുകളെല്ലാം നമ്മുടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നതാണെന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഗോളുകൾ നമ്മളിലൂടെ മാത്രമേ ഈ യൂണിവേഴ്സിലേക്ക് വരികയുള്ളൂ. കാരണം എൻ്റെ ഗോളുകളൊന്നും നിങ്ങളുടെ മനസ്സിലില്ല. ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിപ്പോൾ ചിന്തിക്കണ പോലുമില്ല. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈ ഭൂമിയിലേക്ക് വരണമെങ്കിൽ എന്നിലൂടെ മാത്രമേ വരുള്ളൂ. അപ്പോൾ എന്നിലൂടെ വരണം എന്ന് ദൈവം നിയോഗിച്ച കാര്യങ്ങളാണ് ഞാൻ ആലോചിക്കുന്നത്. അത് ആദ്യം മനസ്സിലാക്കി തന്നെ നമ്മുടെ ഈ ലോജിക്കൊക്കെ മാറും. ഞാൻ തന്നെ ചെയ്തു തീർക്കണം, എനിക്ക് ആരുമില്ല എന്നുള്ള ബോധം തന്നെ പോകും. എന്നിലൂടെ ദൈവം സംസാരിക്കുന്നതാണ്, നിങ്ങളിലൂടെ ദൈവം സംസാരിക്കുന്നതാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ അവർ സമ്മതിച്ചില്ല, ഇവർ തന്നില്ല, അത് തന്നില്ല, ഇങ്ങനെയല്ല, അവർ വഴക്ക് പറഞ്ഞു, അത് പറഞ്ഞു, ഇത് പറഞ്ഞു, ആ പരാതികളൊക്കെ തീരും. അപ്പോൾ അതെപ്പോഴും മനസ്സിൽ വെക്കുക. നിങ്ങൾ നിങ്ങളുടെ പ്ലാനുകളുമായിട്ട് മുന്നോട്ട് പോവുക. നമ്മുടെ അൾട്ടിമേറ്റ് ചെയ്യും. അതിനൊപ്പം തന്നെ നമ്മുടെ ബന്ധങ്ങളൊന്നും കട്ട് ഓഫ് ചെയ്തിട്ടൊന്നുമല്ല, ബന്ധങ്ങളൊക്കെ കൂടെ നിർത്തിയിട്ട് തന്നെ മുന്നോട്ട് പോകും. അതൊക്കെ പറ്റൂന്നേ, വെറുതെ തോന്നണാണ് ബന്ധങ്ങളൊക്കെ നമ്മളെ വിട്ടു പോകുന്നൊക്കെ. അവരൊന്നും പോയൊന്നുമില്ല. നമ്മളെ മനസ്സിൽ നമ്മളെ സ്നേഹിക്കുന്നവരൊന്നും, നമ്മളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവരൊന്നും നമ്മൾ വിട്ടു പോകാൻ പറ്റില്ല. അവർ നമ്മളിലേക്ക് തന്നെ വരും. ഓക്കെ, അത് ഉറപ്പിലാണ് പോയിക്കോളാം. ഓക്കെ, അപ്പം ഇതൊക്കെയാണ്. ക്രിയേറ്റ് ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ജോയ് അറൗണ്ട് മണി. നോട്ടീസ് യുവർ അൺഹെൽപ്ഫുൾ തോട്ട്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് അറൗണ്ട് മണി ആൻഡ് ചേഞ്ച് ഇറ്റ്. അതായത് നിങ്ങളെ സഹായിക്കാത്ത, പണത്തിന് ചുറ്റും നിങ്ങളെ സഹായിക്കാത്ത ചിന്തകൾ ഉണ്ടെങ്കിൽ അത് മാറ്റുക. ഫീലിംഗ് ദാറ്റ് ഫീൽസ് ബെറ്റർ, അതിനെയാണ് പിവട്ടിങ് എന്ന് പറയുന്നത്. പിവട്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇപ്പോൾ ഒരു കാര്യം നമ്മളൊരു ഇപ്പോൾ ഷോപ്പിങ്ങിന് പോയിട്ട് നമ്മുടെ കയ്യിൽ നമ്മുടെ കയ്യിൽ ഒരു ഇപ്പോൾ 2000 രൂപ ഉള്ളൂ നോക്കാം. ഞാൻ ജസ്റ്റ് പെട്ടെന്ന് കിട്ടിയൊരു എക്സാമ്പിളാണ് പറയുന്നത് കേട്ടോ, നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുള്ളതിന് അറിയാം. അപ്പോൾ 2000 രൂപ ഉള്ളൂ. നമ്മളൊരു ഡ്രസ്സിന് നമ്മൾ വില കണ്ടത് ചിലപ്പോൾ 3000 രൂപ അല്ലെങ്കിൽ 5000 രൂപയ്ക്ക് ആയിരിക്കും, 10000 രൂപയ്ക്ക് ആയിരിക്കും. അപ്പോൾ നമുക്ക് അത് വാങ്ങിക്കാൻ ചിലപ്പോൾ ആ സമയത്ത് പറ്റില്ല. നമ്മുടെ കയ്യിലില്ലല്ലോ, പൈസ ഇല്ലാണ്ട് ഒരാളും തരൂലല്ലോ. അപ്പോൾ അത് അവിടെ കിടന്ന് കരഞ്ഞു കൂടിയിട്ടോ അല്ലെങ്കിൽ അവിടെ വിഷമിച്ചിട്ടോ സങ്കടപ്പെട്ടിട്ടോ നിരാശപ്പെട്ടിട്ടോ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. ഈ അവസ്ഥയൊക്കെ എല്ലാവരും മാറിയിട്ടുണ്ടാവും. എന്നാലും ഞാൻ പറയുകയാണ്, അങ്ങനെ ഉണ്ടാവുമല്ലോ. അത് വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ അതൊരു എയിമായിട്ട് എടുക്കണം നമ്മൾ. എനിക്ക് ഇത് കിട്ടാതെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വരും, എനിക്ക് അവകാശപ്പെട്ട അത് നമ്മളെ കാണിച്ചു തരുന്നതാണ്. ഈ യൂണിവേഴ്സ് നമ്മളെ കാണിച്ചു തരുന്നത്, ഇവിടെ ഇങ്ങനത്തെ സാധനങ്ങൾ, ഈ ഭൂമിയിൽ ഇങ്ങനത്തെ സാധനങ്ങളുണ്ട്, ഇതൊക്കെ നേടാൻ നിന്റെ ഇന്നത്തെ അവസ്ഥ മാറ്റണമെന്ന് സിഗ്നൽ കാണിച്ചു തരാനാണ്. ആ രീതിയിൽ അതൊരു ചലഞ്ചായിട്ട് എടുത്തിട്ട്, പ്രശ്നമായിട്ടല്ല, സങ്കടമായിട്ടല്ല, ചലഞ്ചായിട്ട് എടുത്തിട്ട് നമ്മൾ അതിന് വർക്ക് ചെയ്യണം. വർക്ക് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഗോളും കാര്യങ്ങളും ഒക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്ത് നമ്മളുടെ ലക്ഷ്യങ്ങളൊക്കെ നമ്മുടെ മാത്രമാണ്. അത് നേടാൻ ഏറ്റവും കൂടുതൽ പ്രയത്നിക്കുന്നത് നമ്മളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനോടൊന്ന് സ്നേഹത്തോടെ, ഒന്ന് തൊട്ട് തലോടിയിട്ടൊക്കെ പോരാ. ഞാൻ സീക്രട്ട് ഇപ്പം ഞാൻ പറഞ്ഞത്, നമ്മളൊരു കടയിൽ ചെന്നിട്ട് ഒരു സാധനം കണ്ടിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റണില്ല. അപ്പോൾ ഇത് നോക്കി ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യുക, പ്രൈസ് ടാഗ് തിരിച്ചു നോക്കിയിട്ട്, അപ്പോൾ ഇതെങ്ങനെ വാങ്ങിക്കാനാണ്, ഇത്രയും പൈസ എന്നല്ലേ പറയാറ്. അതിന് പകരം നോക്കിയിട്ട് എന്നിത് കാണിച്ച് ഗ്രാറ്റിറ്റ്യൂഡ്, അങ്ങനെ ഒരു പിവറ്റിങ്ങിലേക്ക് വരാം. അതിനൊന്ന് ഒന്ന് ഒന്ന് തലോടി, ആരും കാണാതെ ഒരു എനർജി, നിങ്ങളുടെ ലവ് എനർജി അതിന് കൊടുക്കുക. സ്നേഹമാണ് എല്ലാത്തിനും അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഫോഴ്സ് അല്ലേ. സ്നേഹം കൊടുത്താൽ നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റാത്തതൊന്നുമില്ല. അപ്പോൾ ആ ലവ് എനർജി അവിടെ കൊടുത്തിട്ട് ആ ഒരു സ്നേഹത്തോടെ അതിനെ ബ്ലെസ് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പോരുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. നമുക്ക് എപ്പോഴും ചോയ്സ് ഉണ്ട്. ഒരു പ്രശ്നത്തിൽ എങ്ങനെ നമുക്ക് അതിനോട് പ്രതികരിക്കണം എന്നുള്ള ചോയ്സ് എപ്പോഴും നമുക്കുണ്ട്. അപ്പോൾ ചോയ്സ് ഈസ് അവേഴ്സ്. ചോയ്സ് നമ്മുടെയാണ്. എന്ത് സെലക്ട് ചെയ്യണം നമ്മൾ തീരുമാനിക്കുക. അപ്പോൾ നെക്സ്റ്റ്, spend as though you are supported. Don't spend as you are doing something bad. നമ്മൾ ഇതൊക്കെ തന്നെയാണ് പറഞ്ഞത്. സ്പെൻഡ് ഒരു അപ്പോൾ നിങ്ങളങ്ങനെ അത് നമുക്കതിൽ നിന്ന്, നമ്മുടെ പാരൻസിൽ നിന്ന്, നമ്മുടെ ചുറ്റുമുള്ള റിലേഷനിലൊക്കെയാണ് അത് കിട്ടുന്നത്. അതായത് നമ്മളൊരു കാര്യം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പണ്ട് ഞാൻ 150 രൂപയുടെ, ഇപ്പോഴും അല്ല, പണ്ട് സ്കൂളിലെപ്പോഴോ പഠിക്കുമ്പോഴാണ്, 150 രൂപയുടെ ഒരു ചെരുപ്പ് വാങ്ങിച്ചതിന് എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. 150 രൂപയുടെ ചെരുപ്പ് നീ വാങ്ങിച്ച എന്ത് കാര്യമുണ്ട് വെച്ചാൽ, ഇപ്പോഴും ഞാൻ പറയുന്നു, അവരുടെ അറിവിന്റെ മാക്സിമത്തിലാണ് അവർ നമ്മളോട് പറഞ്ഞേക്കണേ. അവർ വിചാരിച്ചിരുന്ന അറിവ് ഏറ്റവും നല്ല അറിവെന്ന് അവർ വിചാരിച്ചിരുന്ന അറിവ് വെച്ചിട്ടാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. അതിന് നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. അപ്പോൾ പക്ഷെ നമ്മൾ സാധാരണ ഒരാൾക്ക് നമുക്ക് ഉള്ളിലേക്ക് വരുന്നത്,
പൈസ ഇങ്ങനെ സ്പെൻഡ് ചെയ്യാനുള്ളതല്ല എന്നുള്ളൊരു തോന്നലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ മണി ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ, നമ്മളിപ്പോൾ അത് ഹീൽ ചെയ്ത് കളഞ്ഞ് നമ്മൾ നമ്മുടെ എയിമിലേക്ക്, ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യണം. ഫീൽ ഗുഡ്. ഓക്കെ. അപ്പോൾ സ്പെൻഡ് ചെയ്യുമ്പോൾ എപ്പോഴും എന്തോ ഒരു നഷ്ടക്കച്ചവടത്തിന് പോണ പോലെ നമ്മൾ സ്പെൻഡ് ചെയ്യാതിരിക്കുക. പറ്റുമെങ്കിൽ മാത്രം വാങ്ങിക്കുക, പറ്റില്ലെങ്കിൽ അത് വേണ്ടാന്ന് വെക്കാം. ചോയ്സ് ഈസ് ഓൾവേസ് അവേഴ്സ്. എപ്പോഴും എനർജിയാണ്. നിങ്ങളുടെ എനർജി മാനിപ്പുലേറ്റ് ചെയ്യാതെ, എനർജി നഷ്ടപ്പെടാതെ സൂക്ഷിച്ചുകൊണ്ടേയിരിക്കുക. ഓക്കെ. സ്പെൻഡ് ആസ് യു ആർ സപ്പോർട്ടഡ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഒരു ഡിവൈൻ സപ്പോർട്ട് നമുക്ക് എപ്പോഴും ഉണ്ട് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലായിരിക്കണം നമ്മൾ എപ്പോഴും സ്പെൻഡ് ചെയ്യേണ്ടത്. ഡിവൈൻ സപ്പോർട്ട് എപ്പോഴും നമുക്കുണ്ട് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലായിരിക്കണം നമ്മൾ എപ്പോഴും സ്പെൻഡ് ചെയ്യേണ്ടത്. ഇത് സ്പെൻഡ് ചെയ്താൽ അതിൻ്റെ ഫസ്റ്റ് അതിൻ്റെ വാല്യൂ നോക്കണം. പിന്നെ ഇത് എനിക്ക് 10 ഇരട്ടിയായിട്ട് തിരിച്ചു വരും എന്നുള്ളൊരു രീതിയിലായിരിക്കണം. ഓക്കെ. ഇറ്റ് മോർ ഇസ് അവേ. നമ്മളെപ്പോഴും സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യമുള്ളൊരു കാര്യമാണ്, നമ്മളത് എപ്പോഴും പർച്ചേസ് തന്നെ വേണം. പർച്ചേസ് ചെയ്യുമ്പോൾ എനിക്കിനിയും കിണറ്റിലെ വെള്ളം മോട്ടർ വെച്ച് അടിച്ചെടുത്താൽ പിന്നെയും വരില്ലേ? കഴിഞ്ഞ ദിവസം എനിക്ക് നമ്മൾ ഇതിൽ കിട്ടിയ കമൻറ്റാണത്. വെള്ളത്തിൻ്റെ എക്സാമ്പിൾ നമ്മൾ എപ്പോഴും പറയും ഇങ്ങനെ, അത് ഈ വെള്ളം ഉറവ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്, ആ ഒരു ആറ്റിറ്റ്യൂഡിലായിരിക്കണം നമ്മൾ പണം സ്പെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ പണത്തോട് നമ്മളെപ്പോഴും അങ്ങനെ ഒരു ബ്ലെസ്സിങ്ങോടുകൂടി പെരുമാറുക. ആ ഒരു ആറ്റിറ്റ്യൂഡ്. മണി ഈസ് ഓൾവേസ് എനർജി. എപ്പോഴും ഞാൻ പറയുന്നത് ഡിസ്ക്ലൈമറാണ്. ഇത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത 40-50 വർഷം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത അറിവിനെ ഭേദിക്കുന്ന ഒരു പ്രോസസ്സാണ്. അതിൽ നമ്മുടെ ക്ഷമയും നമ്മുടെ കൺസിസ്റ്റൻസിയും വളരെ അത്യാവശ്യമാണ്. അതിൽ മനസ്സ് മടുത്തിട്ട് നമുക്ക് വേറെ എളുപ്പ വഴിയുണ്ടെങ്കിൽ ആ വഴിക്ക് പോകാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ എന്തായാലും ഔട്ടർ വർക്ക് ചെയ്യൂല. ഔട്ടർ വർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ആറ്റിറ്റ്യൂഡ് മനസ്സിൽ വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ലൈഫ് വിൽ ബി ഈസി. ജീവിതം കുറേ കൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതാണ്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പറഞ്ഞ കാര്യത്തിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനോ ഉണ്ടെങ്കിൽ ചോദിക്കാം. എവിടെയെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ. കാരണം ഞാനിതിങ്ങനെ പറഞ്ഞു കുറേ ഉണ്ട് പറയാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കൊന്നുമില്ല. എന്തെങ്കിലും സംശയം ഉണ്ടോ? ഹീലിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഹീലിംഗ് നമ്മുടെ മണി എനർജി മാറ്റുന്നതിൽ ഹീലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആർക്കെങ്കിലും ഉണ്ടോ? രാജേഷിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? രാജേഷ് നമ്മുടെ വെൽത്ത് ക്ലബ്ബിലുള്ളതാണല്ലോ. രാജേഷിന് എന്താണ് രാവിലത്തെ വെൽത്ത് ക്ലബിന്റെ ക്ലാസ്സിനെ പറ്റി പറയാനുള്ളത്? രാജേഷ് നാട്ടിൽ പോയ ആൾക്കാണോ? നാട്ടിലാണോ രാജേഷ് ഇപ്പോൾ? നാട്ടിലാണോ? ഉഷാറാവാം. എന്താണ് രാജേഷ് ഇപ്പൊ എന്താണ് രാജേഷിന്റെ ഒരു ഫീലിംഗ്, എന്താണ് എക്സ്പീരിയൻസ് എന്താണ്? രാജേഷിന്റെ ആറ്റിറ്റ്യൂഡിൽ എന്ത് മാറ്റം വന്നു എന്നാണ് രാജേഷിന് തോന്നുന്നത്? രാജേഷ് ഈസ് ഓൾവേസ് സൈലന്റ്. ഹാപ്പി ഉണ്ട്, നല്ല ഹാപ്പി ഉണ്ട്. മുന്നത്തെ വെച്ച് കുറച്ച് സന്തോഷമുണ്ട്. എങ്ങനെ മണി സ്പെൻഡ് ചെയ്യുമ്പോൾ ഇപ്പൊ എന്താണ് രാജേഷിന്റെ അവസ്ഥ? പണം സ്പെൻഡ് ചെയ്യുമ്പോൾ എന്ത് ഫീലിംഗ് ആണ്? എന്താ വിഷമമൊന്നുമില്ല, നല്ല ഹാപ്പി ആയിട്ടുള്ള. പണ്ട് വിഷമമായിരുന്നോ പണം സ്പെൻഡ് ചെയ്യുമ്പോൾ? ആ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. രാജേഷ് ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ. രാജേഷ് ഇത്ര തന്നെ പറയുന്നത് ഞാൻ വിചാരിച്ചില്ല. അപ്പൊ എന്നാലും ഞാനതൊരു ചലഞ്ചായിരുന്നു. രാജേഷ് എന്താ പറയണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചതാണ്. അപ്പോൾ മണി പണ്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ ഇതല്ലേ ഉള്ളു അല്ലേ? നമ്മുടെ സാലറിയിൽ നിന്നിട്ട് നമുക്ക് ഇതൊക്കെ ചെയ്യണം, ഈ കാര്യങ്ങൾ ചെയ്യണം, അവിടെ കൊടുക്കണം, വീട്ടിൽ കൊടുക്കണം, അത് ഇത് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് നമ്മൾ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ ആറ്റിറ്റ്യൂഡിൽ നിന്ന് പുറത്തു വരാം. പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ ആക്ഷൻ എടുക്കണം കേട്ടോ. നമ്മൾ ഔട്ടർ ആക്ഷൻ എടുത്തുകൊണ്ടേയിരിക്കണം. അല്ലാതെ ഇത് പഠിച്ചിട്ട് ഇത് കേട്ടിരുന്നതുകൊണ്ട് മാത്രമല്ല, ഇത് കേട്ടിരുന്നാലും കിട്ടുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ എനർജി മാറും. അത് വേറൊരു വശം. പക്ഷെ അതിനുള്ള കോൺഫിഡൻസ് നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മൾ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്തുകൊണ്ടേയിരിക്കുക. നമുക്ക് നോക്കുക, നമ്മളിപ്പോൾ ചെയ്യുന്നത് ഇപ്പം ചെയ്യുന്നത് തന്നെ ചെയ്താൽ റിസൾട്ട് ഇപ്പം കിട്ടുന്ന പോലെ തന്നെ കിട്ടുള്ളൂ. ഇപ്പം ചെയ്യുന്നത് മാറി ചെയ്താൽ മാത്രമേ മാറ്റമുള്ളൊരു റിസൾട്ട് കിട്ടുള്ളൂ. നമ്മുടെ കോൺഫിഡൻസ് ഉള്ളവരെ മാത്രമേ പണം നിൽക്കുള്ളൂ. ഒരു പുതിയ കാര്യം പഠിക്കാനോ നേടാനോ നിങ്ങൾ ധൈര്യത്തോടെ തീരുമാനം എടുത്താൽ മാത്രമേ നിങ്ങളിലേക്ക് പണം എത്തുള്ളൂ. അതൊരു പ്രോസസ്സാണ്. കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ ഒരു ഓട്ടോ പൈലറ്റ് മോഡിൽ പൈസ വരാൻ കേട്ടിട്ടില്ലേ? ഓട്ടോ പൈലറ്റ് മോഡിൽ, അതായത് ആഴ്ചയിൽ 4 മണിക്കൂർ മാത്രം പണിയെടുത്തിട്ട് ഇഷ്ടംപോലെ ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കുന്ന ആളുകളെ എനിക്കറിയാം. അപ്പോൾ
നമ്മൾ ഈ കഷ്ടപ്പെട്ട് കൊടുന്ന് കിടന്ന് ഒരുപാട് ഇടങ്ങേറായിട്ടല്ല പൈസ ഉണ്ടായി, ഇഷ്ടപ്പെട്ട് പണിയെടുക്കുമ്പോൾ അല്ലേ? ട്രേഡിങ്ങിൽ കഴിഞ്ഞ ദിവസം മുൻ സാർ പറഞ്ഞത്, ഒരു 10 വർഷം മുമ്പ് ട്രേഡിങ്ങിൽ എന്താ ബിറ്റ് കോയിനും മറ്റേ ക്രിപ്റ്റോ കറൻസിയൊക്കെ ഇട്ടിട്ട് ഒരു 10 വർഷം, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് 2015 നമ്മൾ ദുബൈയിൽ ഇരിക്കുന്ന സമയത്ത് ക്രിപ്റ്റോയൊക്കെ അതൊക്കെ ഇങ്ങോട്ട് ട്രെൻഡായി വന്നോളൂ. അപ്പോൾ ഞാൻ എപ്പോഴും ഇതിങ്ങനെ നോക്കുമായിരുന്നു. അന്ന് ബോധം അത് ആർക്കും, എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ്, അന്ന് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് കിട്ടിയാലെന്നുള്ള അവസ്ഥയിലാണ് എല്ലാവരും നിൽക്കുന്നത്. പക്ഷെ ഇന്നിപ്പോൾ അതിൻ്റെ കറൻസിയുടെ വാല്യൂ ഒക്കെ നമുക്ക് അറിയാലോ. എന്തും ആയിക്കോട്ടെ, എനിക്ക് അതിനെപ്പറ്റി വലിയ കാര്യമായിട്ട് അറിയില്ല, ഞാൻ പറയുവാണ്. അപ്പോൾ ധൈര്യമുള്ളവർക്കും വിശ്വാസമുള്ളവർക്കും മാത്രമാണ്. എന്തിൽ വിശ്വാസം വേണം? നമ്മളിൽ വിശ്വാസം വേണം, ദൈവത്തിൽ വിശ്വാസം വേണം, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ വിശ്വാസം വേണം. അപ്പോൾ അവർക്ക് മാത്രമാണ് അതിൻ്റെ പണം എത്തുക. ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് കുറേ കഴിയുമ്പോൾ നമ്മൾ തന്നെ ഇപ്പം ഞങ്ങൾക്ക് അറിയാലോ, യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഒരു യൂട്യൂബ് ചാനൽ വളർത്തി കൊണ്ടുവരുന്നത്. എത്രത്തോളം സ്ട്രഗിൾ ചെയ്യണം. ആദ്യമൊന്നും ആളുകൾ കാണാനും ഉണ്ടാവില്ല എന്നും അങ്ങനെയൊക്കെ അല്ലേ. പക്ഷെ കുറേ കഴിഞ്ഞിട്ട് ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിലും നമ്മളിലേക്ക് എല്ലാ ദിവസവും നമ്മുടെ ഡാഷ്ബോർഡ് എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. എല്ലാ ദിവസവും പൈസ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം, നമുക്ക് അറിയാൻ പറ്റും. ഏറ്റവും ചെറിയൊരു എനിക്കറിയാവുന്ന ഒരു എക്സാമ്പിളാണ് ഞാനീ പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇൻക്രിമെൻ്റൽ ആക്ഷൻ എന്ന് പറയും. ഇപ്പം ഞാനിപ്പോൾ പറയുന്നത് ഞാൻ എത്രയോ വർഷം കൊണ്ട് പഠിച്ചെടുത്ത അറിവുകളാണ്. ഇന്നിപ്പോൾ ഒരു ബുക്ക് നോക്കിയിട്ട് ഇന്ന് പറയണതല്ല. അപ്പം നമ്മൾ ആ സമയത്തൊക്കെ നമ്മളിത് പഠിച്ചു തുടങ്ങിയപ്പോൾ ആരും ഇത് പറയുന്നത് വിശ്വസിക്കാനും പോലും ചിലപ്പോൾ ആരും ഉണ്ടായിട്ടില്ല. അപ്പോൾ അന്നേരത്ത് നമ്മളെ മെൻറ്റേഴ്സും നമ്മളെ ടീച്ചേഴ്സും ഗുരുക്കന്മാരൊക്കെ പറയുന്ന വാക്കുകളിലുള്ള വിശ്വാസം, കണ്ട ജീവിതത്തിലുള്ള വിശ്വാസം, ഈ അറിവിലുള്ള വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം, അതിലിറങ്ങി അത് പഠിച്ച് 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 അല്ലെങ്കിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് ഒരു ഇപ്പം നമുക്ക് എല്ലാ ജോലിയും ഇങ്ങനെ തന്നെയാണ്. ഒരു വക്കീൽ LLB എടുത്തു കഴിഞ്ഞാൽ അല്ലേ, നമുക്കൊരു ചിലപ്പോൾ 5-10 വർഷം എടുക്കും അവനൊന്ന് സ്റ്റേബിളായിട്ട് വന്നിട്ട് അതിന് നല്ല ഇൻകം കിട്ടിക്കഴിഞ്ഞ്. അതൊരു ഇൻകം കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ അവൻ പണിയെടുക്കണ്ട, അസിസ്റ്റൻറ്റിനെ വെച്ച് പണിയെടുത്താൽ മതി അല്ലേ? എല്ലാ ഫീൽഡും ഇങ്ങനെ തന്നെയാണ്. ഡോക്ടേഴ്സിൻ്റെ കാര്യം നോക്കിക്കോളൂ, എല്ലാ ഫീൽഡും. ഒരു കമ്പനി ആദ്യം ഒരു കമ്പനി ഉണ്ടാക്കാൻ സ്ട്രഗിൾ ചെയ്തിരുന്നാൽ കുറേ നാൾ കഴിയുമ്പോൾ പണിയെടുക്കണ്ടാവും, കാര്യങ്ങൾ അന്വേഷിച്ചാൽ മതി, ഓർഡർ ചെയ്ത്. അപ്പം എല്ലാ മേഖലയും ഇങ്ങനെ തന്നെയാണ്. തുടക്കത്തിൽ എല്ലാവർക്കും സ്ട്രഗിൾ ഉണ്ടാവും. ഇച്ചിരി നമ്മളൊരു കപ്പാസിറ്റി കിട്ടണമല്ലോ, നമ്മളത് ഏൺ ചെയ്യാൻ, അത് ഹാൻഡിൽ ചെയ്യാനുള്ളൊരു പവർ നമുക്ക് വരണം. എന്നാൽ മാത്രമേ നമ്മളിലേക്ക് പറഞ്ഞ ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരു പീരീഡിൽ മനസ്സ് മടുക്കാതെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളുടെ വിഷൻ എന്താണോ, നിങ്ങളുടെ മനസ്സിലുള്ള ഐഡിയ എന്താണോ അതിൽ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കാം. ഓക്കെ, ഇതാണ് ഇന്ന് പറയാനുള്ള കാരണം. ഇത്രയും ഞാൻ അരമണിക്കൂർ കൊണ്ട് പറയണമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം തന്നെ 45 മിനിറ്റായി. അപ്പോൾ നിങ്ങൾക്ക് വെൽത്തിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മിറാക്കിൾ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രീമിയം ക്ലബ്ബ് മെൻറ്ററിങ് പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതിലേക്ക് വരുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് വെൽക്കം. അതൊരു 6 മന്ത്സിൻ്റെ ഒരു മെൻറ്ററിങ് പ്രോഗ്രാമാണ്. അതിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ മണി എന്താണെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫോർമേഷനും അതിൻ്റെ എല്ലാ രീതിയിലുള്ള പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും മെഡിറ്റേഷനും എല്ലാം വേണമെങ്കിൽ ഡെയിലി ലൈവ് ക്ലാസ്സാണ്. മോർണിംഗ് 5 to 6 AM. പിന്നെ നിങ്ങൾക്ക് 5 ഇൻഡിവിജ്വൽ ഹീലിംഗ് സെഷൻ, 5 ഇൻഡിവിജ്വൽ ഹീലിംഗ് സെഷൻ ഉണ്ടാവും. ദെൻ ഓൾവേസ് യു വിൽ ബി അക്കൗണ്ടബിൾ ഫോർ മീ. അതായത് ഞാനുമായിട്ടൊരു അക്കൗണ്ടബിലിറ്റി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കാൻ പറ്റും. അങ്ങനെ ഒരു ലൈഫ് കോച്ചിങ്, ഒരു മെൻറ്ററിങ്, ലൈഫ് ട്രാൻസ്ഫോർമേഷൻ, മിറാക്കിൾ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ എന്ന പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് വരണം എന്നുണ്ടെങ്കിൽ, ഒരു മെൻറ്ററിങ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യു കൻ ഓൾവേസ് കോൺടാക്റ്റ്. നമ്മുടെ പ്രീമിയം ക്ലബിൻ്റെ പാർട്ടാണ്. ഇപ്പോൾ നമ്മൾ 2 കമ്മ്യൂണിറ്റി ആയിട്ട് മാറ്റി. അതായത് ഒന്ന് നമ്മുടെ 7:30 to 8:30 ബാച്ച്. അത് നമുക്ക് ഇതിനെ പറ്റി അറിയണം. ഈ കമ്മ്യൂണിറ്റിയിലേക്ക് ഫസ്റ്റ് ലെവലിലേക്ക് ലെവൽ 1ലേക്ക് വരുമ്പോൾ നിങ്ങൾക്കിത് എന്താണ്, ഇതിൻ്റെ മെഡിറ്റേഷൻ എന്താണ്, ഇതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനുള്ളൊരു ഹീലിംഗ്. അപ്പോൾ അതിലുള്ളവർക്ക് അറിയാം അതെങ്ങനെയാണ് ആ ക്ലാസ് പോകണമെന്നുള്ളത്. അപ്പോൾ അതാണ് ലെവൽ 1 എന്ന് പറയുന്നത്. പിന്നെ ലെവൽ 2 എന്നൊരു ലെവലൊന്നും ഇല്ല. പിന്നുള്ളത് ഈ പ്രീമിയം ലെവലാണ്. അതായത് നിങ്ങൾക്ക് 6 മാസത്തെ വെൽത്ത് മെൻറ്ററിങ്, അതോടൊപ്പം തന്നെ നമ്മൾ ഇമോഷണൽ കൺട്രോൾ ചെയ്യാൻ, ഇമോഷണൽ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാനുള്ള ഒരുപാട് ഇൻഫോർമേഷൻ അടങ്ങിയ ഒരുപാട് ക്ലാസ്സുകളും, അതിൻ്റെ ഒപ്പം തന്നെ ഹീലിംഗ് സെഷനും, ഇൻഡിവിജ്വൽ ഹീലിംഗ് സെഷൻ. ഇപ്പോൾ ഇൻഡിവിജ്വൽ ഹീലിംഗ് സെഷൻ എടുക്കുന്നത് സത്യം പറയാൻ ഇൻഡിവിജ്വൽ ഹീലിംഗ് സെഷൻ കുട്ടികളുണ്ട് ഇപ്പോൾ. അപ്പം നമുക്ക് ആ ഒരു സമയത്തിൻ്റെ ഒരു ടൈറ്റ് വേണം. അപ്പോൾ ഞാൻ ഓഫ് കോഴ്സ് അതിനെ ഈ രീതിയിൽ മാറ്റിയതാണ്. കാരണം നമുക്ക് വെൽത്ത് മെൻറ്ററിങ്ങിൻ്റെ കൂടെ ഈ ഒരു ക്ലബിലേക്ക് വരുന്നവർക്ക് ഇൻഡിവിജ്വൽ ഹീലിംഗ് സെഷൻ കൂടെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റിയേക്കണം. അപ്പോൾ അതിൻ്റെ മൈൻഡ് പവർ അക്കാദമിയുടെ പ്രീമിയം ക്ലബ്ബാണത്. അപ്പോൾ അതിലേക്ക് വരുന്നുണ്ടെങ്കിൽ
You are always welcome. You can join, come and join with us. ആൻഡ് അടുത്ത വർഷം വേറൊരു കാര്യം പറയാം, അടുത്ത വർഷം ജനുവരി ആകുമ്പോൾ അതിൻ്റെ ഫീസ് ഇൻക്രീസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ അതിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 6 മാസത്തെ ഈ മെൻറ്ററിങ് പ്രോഗ്രാമിന് 50,000 ആണ്, 50 ആണ്. ഇനി അടുത്ത മാസം ജനുവരി തുടങ്ങിയിട്ട് ഇറ്റ് വിൽ ബി ഇൻക്രീസ്ഡ് ഇൻ ടു 1 lakh, ഡബിളായിട്ട് ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യാനും കൂടെ ഈ ഒരു വെബിനാറിന് ഉദ്ദേശത്തിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇൻഫർമേഷൻ അറിയണം. ഇങ്ങനെയുള്ള നോളജ് ലൈഫിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 10 വർഷത്തെ ജീവിതം 2 വർഷം കൊണ്ട് നമുക്ക് മാറ്റാം. ഒരു മെൻറ്റർ ഉണ്ടെങ്കിൽ മാറ്റാൻ പറ്റും. അത്രയും എളുപ്പം ഫാസ്റ്റ് ആവാൻ പറ്റും. അത് പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ യു ആർ ഓൾവേസ് വെൽക്കം. സോ താങ്ക് യു സോ മച്ച് ഫോർ ഗാദറിങ്. ഇനി നമ്മൾ അടുത്ത ഒരു മീറ്റിങ്ങിൽ ഇത് തന്നെയാണ്, ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതിന് ഇപ്പം നമ്മൾ 5 പോയിന്റാണ് പറഞ്ഞേക്കുന്നത്. ബാക്കിയുള്ള പോയിന്റ്സ് അങ്ങനെ വെൽത്തിനെ പറ്റിയിട്ട് നമ്മളൊരു അവയർനെസ് കൊടുക്കുക എന്നുള്ളതും കൂടെ ഈ ഒരു വെബിനാറിൻ്റെ ഉദ്ദേശമാണ്. ഓഫ് കോഴ്സ് അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഈ ക്ലബ്ബ്, പ്രീമിയം ക്ലബ്ബ് കമ്മ്യൂണിറ്റി മെമ്പർഷിപ്പും അനൗൺസ് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഉദ്ദേശമാണ്. യു ആർ ഓൾവേസ് വെൽക്കം. വി ക്യാൻ ഓൾവേസ് ലേൺ ടുഗെദർ, ബി എ പാർട്ട് ഓഫ് ദിസ് കമ്മ്യൂണിറ്റി. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ ഉണ്ടെങ്കിലും പറയാം, എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിലോ. ഓക്കെ, ഗുഡ് നൈറ്റ്. താങ്ക് യു സോ മച്ച്. നാളെ ഉണ്ടാവില്ല, നാളെ എനിക്ക് തിങ്കളാഴ്ച ഒരു എക്സാം ഉണ്ട്. ഞാൻ അതിനുള്ള നോട്ടത്തിലാണ്. ഇപ്പോഴാണ് ഞാൻ ബുക്ക് എടുത്തേക്കുന്നത്. അപ്പോൾ തിങ്കളാഴ്ച ഉണ്ടാവില്ല കേട്ടോ ക്ലാസ്. സോറി, നാളെ ഉണ്ടാവില്ല. നമുക്ക് അടുത്ത സാറ്റർഡേ ഇരിക്കാം. താങ്ക് യു സോ മച്ച്. ലവ് യു ആൾ. ബൈ. ഏതാണ് കമൻ്റ് ഒന്നും ഞാൻ വായിച്ചില്ല കേട്ടോ, എന്താണ് കമൻ്റ് എന്നുള്ളത്. ഷാഹിദ, താങ്ക് യു.